മലയാളികൾ നമസ്കാരം. He knows Hindi as well, yeah. ഗീതയുടെ ഹിന്ദി പഠിക്കുന്നുണ്ടെന്ന് UK-യിൽ നടക്കുന്ന ഒരു ഹൊറർ ഫിലിം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു. So it's like little serious and focused, yes. That I want it and you have to give me. That's all. ഇപ്പം ഞാൻ സാറിനോട് ഇന്റർവ്യൂ ചെയ്യാൻ വന്നേന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ സാറിന്റെ അന്നത്തെ സാറായിരുന്നു അമ്മയുടെ കൃഷി എല്ലാ അമ്മമാരും ആതിര, ഹേമന്ത്, ഗീതിക ആൻഡ് ശങ്കർ സർ, വെൽക്കം ടു ഇൻഫ്രൈഡ് മീഡിയ. താങ്ക് യു. നല്ലൊരു വിശേഷമായിട്ടാണ് നമ്മൾ പിരിയുന്നത്. എറിക് മൂവി സർ ഒരുപാട് നാൾക്ക് ശേഷം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് എറിക് മീൻസ് സോൾ റൂളർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ? അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ല വെച്ചത്. എറിക് എന്ന് പറയുന്നത് ജസ്റ്റ് ജനറലി ഒരു പോർച്ചുഗീസ് നെയിമാണത്. അപ്പോൾ ഈ ഫിലിമിൽ ആ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു ഗോവനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എറിക് എന്ന് പുള്ളിക്ക് പേര് വെച്ചതേ ഉള്ളൂ. അതുപോലെ ആ എറിക്കിന്റെ ഒരു ഐയിലുള്ള ഒരു പേഴ്സൺ ആരായിരിക്കും? അത് തന്നെയാണ് എറിക്. എറിക്കിന്റെ ലൈവ് ഉണ്ട്, പക്ഷെ കുറച്ച് അധികം ഷാഡോ പ്ലേ ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഉദ്ദേശിച്ചാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഹൊറർ മൂവിയാണ്. നമുക്കത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഹൊറർ മൂവീസ് ഉണ്ട്. അപ്പം ഇപ്പൊ ഇറങ്ങുന്ന ഒരു ഡയസറി അതിനുശേഷം ഇപ്പൊ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴും ഏകദേശം ആ ഒരു ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണോ? ഡയസർ ഇവിടെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ UK എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ UK മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസ് ആയാലും USA ആയാലും കാനഡ, ഇവരൊക്കെ ഒരുപാട് പ്രേതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് ഗോസ്റ്റ് ഹൗസുകളും. നമുക്കവിടെ UK-യിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പല ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ തന്നെ പോയപ്പോൾ ഇവിടെ പ്രേതമുണ്ട്, അതുണ്ട്, അങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട് അവിടെ. റിലീജിയസ് ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ പ്രേതത്തിലും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ UK ആണ് സെലക്ട് ചെയ്തെടുത്തത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അപ്പോൾ വ്യത്യാസം ഇപ്പോൾ ഈ ഇന്ത്യയിൽ നടക്കുമ്പോൾ നമുക്കത് വേറെ രീതിയിലാണ് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത്. പക്ഷേ അത് UK-യിൽ നടക്കുമ്പോൾ നമുക്കത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് UK പോയി ഷൂട്ട് ചെയ്തത്. UK-യിൽ നടക്കുന്ന ഒരു ഹൊറർ ഫിലിം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു ഹൊറർ മൂവി ആയിരിക്കും. അല്ലാതെ വേറെ സിനിമ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഫുൾ ഹൊറർ അല്ല. ഇത് ഫുൾ ഹൊറർ ആണ്. അതിനിടയിൽ ഇപ്പോൾ ഫൺ എലിമെന്റ്സ് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഭയങ്കര ഫൺ എലിമെന്റ് ഉള്ള സിനിമയല്ല, കുറച്ചും കൂടി ഒരു ത്രില്ലിംഗ് മൂവിയാണ്. ഫുൾ ഓഫ് സസ്പെൻസും അങ്ങനെയാണോ? ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയാണ്. ഒരേ പാറ്റേണിൽ പോകാതെ, സ്ലോ പേസ് പിടിച്ച് പോകാതെ, ഒരു ഫാസ്റ്റ് പേസിൽ പോകുന്ന ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു റോളർ കോസ്റ്റർ ആണ്. ഇമോഷൻസ് ഒരുപാട് പെർഫോം ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ വിഷ്വലിയും സൗണ്ട് വൈസ് ഒക്കെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്വാളിറ്റി പിടിച്ചു പോകുന്ന മൂവിയാണ്. ആതിരയുടെ ഇത് ഫസ്റ്റ് മൂവി ആണോ അതോ? ഫസ്റ്റ് മൂവി അല്ല, ഏതായിരുന്നു? എന്തായിരുന്നു ഇപ്പോൾ സാറിന്റെ കൂടെ? ഇപ്പോൾ നമ്മളൊക്കെ ആയാലും ആദ്യം USA-ലൊക്കെ പോയി ആക്ടിങ് ഒക്കെ പഠിച്ച് അവിടുത്തെ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ, ഷോയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാർ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ സാറിനോട് ഇന്റർവ്യൂ ചെയ്യാൻ വന്നേന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ സാറിന്റെ അന്നത്തെ സാറായിരുന്നു അമ്മയുടെ കൃഷി. എല്ലാ അമ്മമാരും എൻ്റെ അമ്മയും അച്ഛനും. അപ്പോ ഇങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ യൂണിക് എക്സ്പീരിയൻസ്. കുറെ പഠിക്കാൻ പറ്റി, കുറെ സെറ്റിൽ നടക്കുന്ന നമ്മൾ ആക്ച്വലി ഈ സെറ്റൊക്കെ കാണുമ്പോൾ ഒക്കെ വരുന്ന ഒരു ആ ഒരു സാധനം നമ്മൾ റോളർ കോസ്റ്ററിന്റെ മുകളിൽ ചാട്ടി തരുമ്പോൾ ഒരു ഫീലിംഗ് ആണ്. അത് എല്ലാ ദിവസവും സെറ്റ് വരുമ്പോൾ ആ സാധനമുണ്ട്. ഇതിൽ അഭിനയിക്കുമ്പോൾ ആദ്യം അങ്ങനെ നമ്മൾ സീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിയൊക്കെ നടക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ചെയ്തോളാൻ പറയും. സ്ട്രിക്റ്റ് ആണോ സർ? She's actually a great performer. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അല്ല സർ സ്ട്രിക്റ്റ് ആണോ? No, sir is not strict. So it's like little serious and focused, yes. That I want it and you have to give me. That's all.
നമ്മുടെ ജോലിയായിട്ട് പോകുമ്പോൾ നമ്മൾ സീരിയസ് ആവുമല്ലോ. അതൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആണെന്ന് ഫീൽ ചെയ്തിരിക്കുകയാണ്. എന്നല്ല, ആ സമയത്ത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. അപ്പം എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണമല്ലോ. അതിൻ്റെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ അത് വെച്ച് നോക്കുമ്പോൾ സാറിന് തോന്നുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസ് ഉണ്ട്. അല്ല, അന്നത്തെക്കാട്ടിലും സിനിമ വളർന്നു. ടെക്നിക്കലി ആയാലും ഫെസിലിറ്റീസ് ആയാലും എല്ലാം ഇന്ന് അവൈലബിൾ ആണല്ലോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ആ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ സാധിക്കും. പണ്ട് ഒരു ലിമിറ്റഡ് സംഭവങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പം അത് വെച്ചിട്ടുള്ള അന്നും നല്ല സിനിമകൾ ചെയ്തിട്ടില്ല, ഇല്ലെന്നല്ല, നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഹേമന്ത് ഇപ്പോൾ മലയാളത്തിലായാലും ഒത്തിരി അങ്ങനെ മൂവീസ് ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും അവസരങ്ങൾ കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ അതർ ലാംഗ്വേജ് മൂവീസ് സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പോകുന്നതാണ്. ഞാൻ 2 തമിഴ് മൂവിക്ക് റിലീസ് ആവുന്നുണ്ട്, 2 തെലുഗു മൂവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഒന്നും കൂടെ നല്ല നല്ല റോൾസ് ചെയ്യാൻ കരുതി എല്ലാ മൂവീസും ചെയ്യാണ്ടിരിക്കുന്നതാണ്. മൂവീസ് വരുമ്പോൾ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ എല്ലാം ചെറവറ ചെയ്യേണ്ട എന്നുള്ള മൈൻഡിൽ എന്തായാലും വേറെ മൂവീസ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു പെർഫോം ചെയ്യാനുള്ള റോൾസ് ചെയ്യാം എന്ന് കരുതി അങ്ങനെ കണ്ടിന്യൂ. ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ മൂവിയും കുറച്ച് നല്ലൊരു മൂവിയായിരുന്നു, ഔസേപ്പിൻ്റെ ഒസീത്ത് പറഞ്ഞ സിനിമ, ദിലീഷ് പോത്തൻ, വിജയരാഘവനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ക്രൂവിൻ്റെ കൂടെ അത് പെർഫോമൻസ് സ്കോപ്പുള്ള റോൾസ് ചെയ്യാൻ കരുതി എല്ലാ മൂവീസും ചെയ്യാത്തതാണ്. ഒരു ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഹിന്ദിയിലൊക്കെ ഒരു ചാൻസ് കിട്ടാനൊക്കെ ഏത് ഭാഷയിൽ അഭിനയിക്കാം? അതെ, കിട്ടിയപ്പോ നോക്കുന്നുണ്ടോ? ഇല്ല, എനിക്കിപ്പോ തമിഴ് തെലുഗു ഞാൻ ചെയ്യുന്നുണ്ട്. ഹിന്ദി കിട്ടിയാൽ ചെയ്യാൻ കുഴപ്പമില്ല, ഭാഷ അറിയാം. He knows Hindi as well, yeah. ഗീതയുടെ ഹിന്ദി പഠിക്കുന്നുണ്ടെന്നോ? Yeah. He sings Hindi songs as well. ഗീതിക നമസ്കാരം പറയാവോ? Namaskaram. എല്ലാ മലയാളികൾക്കും നമസ്കാരം. Okay. പറയൂ. എല്ലാ എല്ലാ മലയാളികൾക്കും മലയാളികൾക്കും നമസ്കാരം. Ella, മലയാളികൾക്കും Malayalikam. നമസ്കാരം. Namaskaram. സിനിമ കാണണം. Cinema കാണണം. കാണണം. Cinema കാണണം. കാണണം. ഇപ്പോ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ ഒത്തിരി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴും ചെറുതായിട്ട് നമ്മളൊന്ന് പേടിക്കുന്നത് സിനിമ റിവ്യൂവേഴ്സിനെ ആയിരിക്കും. ചെറുത് എങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ പറയുന്ന സിനിമ റിവ്യൂ ചെയ്യുന്നവർ അവർ സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ നമ്മളെ ഒരുപാട്, ബിക്കോസ് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ഒരുപാട് ജോലി ചെയ്ത് നമ്മളെല്ലാ സിനിമയും വിജയിക്കും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ എടുക്കുന്നത് അല്ലേ. നമ്മളൊരു അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരും അതിലിരുന്ന് ആ സിനിമ സ്റ്റോറി തൊട്ട് എൻഡ് വരയ്ക്ക് എല്ലാവരും പാടുപെട്ട് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് അത് അവർ കണ്ടും മറിഞ്ഞും ചെയ്യുക, അത്രയേ ഉള്ളൂ. ബിക്കോസ് പല റിവ്യൂസിനും ഭയങ്കര വാല്യൂ ഉണ്ട് ഇവിടെ. അത് കേട്ട് മാത്രം സിനിമയ്ക്ക് റിവ്യൂ കണ്ടാൽ മാത്രമേ ടിക്കറ്റ് എടുക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നല്ല നശിപ്പിക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താ റിവ്യൂസിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? റിവ്യൂസ് പറഞ്ഞ ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട്. സിനിമ കണ്ട ഒപ്പീനിയൻ പറഞ്ഞ ഓരോരുത്തർക്ക് പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്, അത് അവർക്ക് പറയാം. പക്ഷെ അഭിനയിച്ച ആൾക്കാരെ അല്ലെങ്കിൽ ഡയറക്ടറിനൊക്കെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, അവരെ റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്യാതിരിക്കാം. ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യത്വ സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്തുകൊണ്ട് റിവ്യൂസ് പറഞ്ഞിട്ടൊന്നുമില്ല. റിവ്യൂസ് എൻ്റെ ഒരാളുടെ കാഴ്ചപ്പാടാണ്, നമ്മളും പറയാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ. പക്ഷെ ഒരു അത്യാവശ്യം റീച്ചുള്ള അല്ലെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മാക്സിമം കുറച്ച് കൺട്രോൾ ചെയ്യണം. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനം വേറെ ഇഷ്ടപ്പെട്ടേക്കാം. നമ്മൾ ആരും ആക്ഷേപിക്കാതെ ആൾക്കാര് ഡിഫറെൻ്റ് ആണല്ലോ. ബിക്കോസ് പലർക്കും പല സിനിമകൾ കാണുമ്പോൾ, ഇപ്പോൾ എനിക്ക് തന്നെ ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. ഇവിടെ ഏറ്റവും വലിയ ഹിറ്റാവുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അല്ല മോശമായിട്ട് പോയ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാം. അത് ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഒരു സിനിമ കാണുമ്പോൾ. ചിലർക്ക് സ്റ്റോറി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് മേക്കിംഗ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില ടെക്നിക്കലി ഇങ്ങനെ സിനിമയുണ്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പല രീതിയിലുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ബിക്കോസ് എല്ലാവരുടെയും ഒരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും ഒക്കെ ഒരുപാട് എഫേർട്സ് ഇടുന്ന ഒരു സംഭവമാണ്. അപ്പം അവരവരുടെ വ്യൂ പോയിന്റിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചിലവർക്ക് അത് ബാധിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഇനി പ്രേക്ഷകരോട് സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമ തിയേറ്ററിൽ പോയി കാണാം. ബിക്കോസ് ഇതൊരു ഹൊറർ മൂവി ആയതുകൊണ്ടും ഒരു ത്രില്ലർ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടും ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ ആയിരിക്കും.
അതിൻ്റെ മ്യൂസിക് സൈഡായാലും ആക്ടിങ് സൈഡായാലും അല്ല അതിൻ്റെ ഒരു വിഷ്വലായാലും ഒക്കെ അത് തിയേറ്ററിൽ പോകുമ്പോഴേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ഇഷ്ടപ്പെടും, അത് OTT-യിൽ വരുമ്പോൾ ഇഷ്ടപ്പെടാതെ പോകാറുണ്ട്. പക്ഷെ ചില സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയെങ്കിലും OTT-ൽ ഹിറ്റ് ആവാറുണ്ട്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ചില സിനിമയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്, അതുപോലെ OTT-യിൽ വന്നപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിച്ചു. അത് പൊതുവെ കണ്ടന്റ് ബേസ് സിനിമകളായിരിക്കും. ഒരു നല്ല കോണ്ടന്റ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് ബേസിക്കലി ഒരു സൗണ്ടിനും വിഷ്വലിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ അത് നമ്മൾ സ്മോളർ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ സിനിമ തിയേറ്റർ കാണുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല സൗണ്ടാണ്, നല്ല വിഷ്വൽസ് ആണ്. അപ്പോൾ അവർ കഴിയുന്ന സിനിമ തിയേറ്റർ കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു സ്മോളർ സ്കെയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇത്ര ഇമ്പാക്റ്റ്. ഞാനിപ്പോൾ ഇന്നലെ നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കണ്ടു. അപ്പോൾ ഈ ട്രെയിലർ എനിക്ക് 10 times എനിക്ക് ഇമ്പ്രസീവ് ആയിരുന്നു ഫോണിൽ കാണുന്നതിനേക്കാളും. അപ്പോൾ സിനിമ അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഹൊറർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോണർ സിനിമാസൊക്കെ നമ്മൾ കഴിയുന്ന തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഇത് ഈ പറഞ്ഞാൽ ഭയങ്കര ഒരു വയലന്റ് ഹൊറർ അങ്ങനെയല്ല, ഇതൊരു പോസിറ്റീവായിട്ടുള്ള പ്രേതമാണ്. നമ്മൾ പ്രേക്ഷകന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഹൊററാണ്. അല്ലാതെ ഒരു നമ്മൾ വിഷ്വലി കാണുമ്പോൾ നമുക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഹൊററാണ്. അല്ലാതെ ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്നൊരു ആളല്ല ഇതിനകത്ത്. നമ്മളൊരു നല്ല പ്രേതമാണ്, സ്നേഹപ്രേതം. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കണ്ടാൽ അതിൽ കൂടി ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ്. അത് വേറെ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ ഭയങ്കര ഒരു കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒറ്റ പ്രേതം 2 പ്രേതം എന്നൊക്കെ. ഒരു പ്രേതമല്ലേ ഉള്ളൂ, ഒരു പ്രേതമേ ഉള്ളൂ. അത് പ്രേതം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ എപ്പോഴും. പക്ഷെ ഫാമിലിയുടെ കാണാൻ പറ്റുന്ന സിനിമ പറയാൻ പറ്റില്ലല്ലോ. മാർച്ച് 6-നാണ് മൂവി. അപ്പൊ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണാൻ. മാർച്ച് 6 തിയേറ്ററിൽ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതെ.